എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. നമ്മൾ ഇന്ന് ഈ അറേബ്യൻ മണ്ണിൽ നിന്നൊരു അറേബ്യൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്, ഫിഷ് മജ്ബൂസ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ ഫിഷ് മജ്ബൂസ് ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഫിഷ് മജ്ബൂസിന് ആവശ്യമായി ഫിഷ് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ അറബിക് മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ നാരങ്ങാ നീരും 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫിഷിലേക്ക് മസാല പുരട്ടിയെടുക്കാം. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഫിഷിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് മസാല പുരട്ടണം. ഫിഷ് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളം മാറിനേഷൻ ചെയ്ത് വെക്കണം. അപ്പോഴേക്ക് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും ഇതിലേക്ക് ഒരിടത്തരം കഷ്ണം കറുവപ്പട്ടയും 3 ഗ്രാമ്പൂവും 3 ഏലക്കയും 2 ബേ ലീഫും 1 സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 3-4 പച്ചമുളകും 1/2 ഡ്രൈ ലെമണും ചേർത്ത് ചെറുതായി വഴറ്റിയെടുക്കാം. പച്ചമുളക് ഓപ്ഷണലാണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറിയതിന് ശേഷം 2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ആ ടൊമാറ്റോ പേസ്റ്റിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 തക്കാളിയുടെ കഷ്ണങ്ങളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായി വഴണ്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ മസാലകളായിട്ട് 2 ടീസ്പൂൺ അറബിക് മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. മാഗിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ചെറിയ കഷ്ണം മാഗിയോ ചിക്കൻ സ്റ്റോക്കോ ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ലിറ്റർ തിളപ്പിച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഫിഷിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് ബോൺലെസ് ഫിഷിൻ്റെ ഒരു ചെറിയ പീസിട്ട് നമുക്ക് റൈസ് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞതും അരമണിക്കൂർ കുതിർത്ത 1/2 കിലോ ബസ്മതി അരിയും ചേർത്ത് നന്നായി ഇളക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊക്കെ പറ്റി ഈ പരുവാകുമ്പോഴത്തേന് നമുക്ക് ചൂടായ ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് പാൻ അടച്ചു വെച്ച് 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. നമ്മുടെ അരിയൊക്കെ ഒന്ന് വേവുമ്പോഴത്തേന് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മുടെ ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഫിഷിൻ്റെ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
രണ്ട് സൈഡും ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. റൈസൊക്കെ നന്നായിട്ട് ദമ്മായിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. റൈസിൻ്റെ കുക്കിംഗ് പരുവ് എന്നത് ബിരിയാണിയുടേതിനേക്കാൾ കൂടുതലാണ്. ഒന്ന് ചെറുതായി കുഴഞ്ഞിരിക്കുന്നതാണ് റൈസിൻ്റെ പരുവം. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് മജ്ബൂസ് സെർവ് ചെയ്യാം. ആദ്യം റൈസും അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത ഫിഷും ഫ്രൈഡ് ഒനിയനും മല്ലിയിലയും ചേർത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.